ഇന്ന് ഈ പഴയ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അതിൻ്റെ സിബ്ബെല്ലാം ഇളക്കി പറിച്ചെടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ പിടിച്ച് വലിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കീറിയിട്ട് എടുത്താലും മതി. രണ്ടും ഒരുപോലത്തെ സിബ്ബ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലത്തെ ആ ഒരു ആമ പോലത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് നെയിൽ കട്ടർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ടും രണ്ട് ഭാഗത്തായിട്ട് കിട്ടിക്കോളും. നമുക്ക് വേണ്ടത് ആ ഒരു ലെഫ്റ്റ് ഹാൻഡിലുള്ള ആ ഒരു നീളത്തിലുള്ള ആ ഒരു സാധനമാണ്. അതിനുശേഷം ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കമ്പിയായിട്ടുള്ള ഐ-പിൻ എന്ന് ഈ-പിന്നിന് പറയാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പിങ്ക് കളർ ബീഡ് ഇട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 3 പിന്നും അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് കട്ടേഴ്സൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും എൻ്റെ കയ്യിലില്ല. അതിനുശേഷം ആ ഒരു സിബ്ബ് ഒരു ജംപറിങ് എന്ന് പറയുന്ന ആ ഒരു വട്ടക്കണ്ണിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പിങ്ക് കളർ ലൂപ്പില്ല, ആ ഒരു ഐപ്പിനിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ട് മുത്തിട്ട് വെച്ചിട്ട് ആക്കിയത് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കമ്മലിൻ്റെ കൊളുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ടൈറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഈസിയാണ്, സിമ്പിളാണ്. 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. വേസ്റ്റുമാണ്, അത്ര വലിയ പൈസ ചിലവൊന്നുമില്ല. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട